എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ പബ്ലിക് എക്സാമിനേഷൻ, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം എക്സാമിനേഷൻ, സ്കോൾ കേരള, അതുപോലെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികളുടെ +1 +2 പരീക്ഷകൾക്കുള്ള രജിസ്ട്രേഷൻ നവംബർ 18 പിഴ കൂടാതെ അവസാനിക്കും. അതായത് നവംബർ 18 വരെയാണ് പിഴ കൂടാതെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. +1 വിദ്യാർത്ഥികൾ ആയിരുന്നാലും +2 വിദ്യാർത്ഥികൾ ആയിരുന്നാലും അതുപോലെ തന്നെ +1 +2 ഫെയിൽഡ് ആയതിനു ശേഷം കമ്പാർട്ട്മെൻറ്റൽ വിഭാഗത്തിൽ എഴുതുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സേ അല്ലെങ്കിൽ അത് +1 ഇംപ്രൂവ്മെൻറ്റ്, അതുപോലെ തന്നെ +1 സേ അല്ലെങ്കിൽ +2 സേ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ട് +1 +2 പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പിഴ കൂടാതെയുള്ള അപേക്ഷകൾ നാളെ, അതായത് നവംബർ 18 വരെയാണ് നൽകാനായിട്ട് സാധിക്കുക. നിങ്ങൾ ഏറ്റവും അവസാനമായിട്ട് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് നേരിട്ട് എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇതേ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 20 വരെയാണ് പിന്നീട് പിഴ കൂടി അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് 20 രൂപയാണ് ഫൈനായിട്ട് വരുന്നത്. അപ്പോൾ 20 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഫൈനായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണോ ഫീസ്, ആ ഒരു ഫീസിനോടൊപ്പം 20 രൂപ കൂടി ഫൈനായിട്ട് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് നവംബർ 20 വരെയാണ് ഈ ഒരു 20 രൂപ ഫൈനോട് കൂടിയുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. നവംബർ 23 വരെ നിങ്ങൾക്ക് പിന്നീട് വരുന്ന ഓരോ ദിവസങ്ങൾക്കും, അതായത് 20 ശേഷം പിന്നീട് വരുന്ന ഓരോ ദിവസങ്ങൾക്കും 5 രൂപ പ്ലസ് അതുപോലെ ഈ ഒരു 20 രൂപ ഫൈൻ കൂട്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീസ് അടക്കാം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എത്ര രൂപയാണോ ഫീസ് വരുന്നത്, ആ ഒരു ഫീസിനോടൊപ്പം 20 രൂപ ഫൈനും പിന്നീട് 20 ശേഷം വരുന്ന ഓരോ ദിവസത്തിനും എക്സ്ട്രാ ആയിട്ട് 5 രൂപ കൂടി ഫൈനായിട്ട് എക്സ്ട്രാ അഡീഷണൽ ഫൈനായിട്ട് വരുന്നതാണ്. അതായത് 21 നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എത്ര രൂപയാണോ ഫീസ്, ആ ഒരു ഫീസിനോടൊപ്പം ഈ ഒരു കോമൺ ആയിട്ടുള്ള 20 രൂപ ഫൈനും അതിനോടൊപ്പം പിന്നീട് 21 ആയതുകൊണ്ട് ഒരു ദിവസം എക്സ്ട്രാ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 20 രൂപ ഫൈനോടൊപ്പം 5 രൂപ കൂട്ടി ടോട്ടൽ 25 രൂപ ഫൈൻ ഇനത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ 23 വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു അഡീഷണൽ 5 രൂപ ഫൈനോടുകൂടി ായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് 28 വരെ, അതായത് 23 ശേഷം പിന്നീട് 28 നവംബർ 28 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഫീസ്, അതായത് അപ്ലിക്കേഷൻ ഫീസിനോടൊപ്പം തന്നെ 600 രൂപ സൂപ്പർ ഫൈൻ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നവംബർ 28 വരെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ ഫീസ് ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 175 രൂപയാണ്. പ്രാക്ടിക്കൽ കൂടി ഉണ്ട് എങ്കിൽ ഫീസ് ഒരു സബ്ജക്റ്റിന് വരിക. അതുപോലെ പ്രാക്ടിക്കൽ ഇല്ല എന്നാണെങ്കിൽ 150 രൂപയാണ് ഒരു സബ്ജക്റ്റിന് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് ഫീസ് ഇനത്തിൽ വരുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് 3 വിഷയമാണ് മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. നിങ്ങൾ ഏതെങ്കിലും പരീക്ഷകൾക്ക് +1 പബ്ലിക് എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾ ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു 3 വിഷയം നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് ആ ഒരു സബ്ജക്റ്റുകൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് അതിനോടൊപ്പം എഴുതാം. അതായത് 3നോടൊപ്പം തന്നെ ഈ ഒരു നിങ്ങൾ ഏതെങ്കിലും പരീക്ഷകൾ നിങ്ങൾ ഇംപ്രൂവ്മെൻ്റ് അല്ല പബ്ലിക് എക്സാമിനേഷൻ എഴുതാനായിട്ട്, അതായത് ആബ്സെൻ്റ് ആയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് കൂടി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റാണ് ആബ്സെൻ്റ് ആയിട്ടുള്ളതെങ്കിൽ ടോട്ടൽ 4 വിഷയം നിങ്ങൾക്ക് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയോടൊപ്പം എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. അത് +1 ഇംപ്രൂവ്മെൻറ്റ് വിഭാഗത്തിൽ എഴുതാൻ സാധിക്കും. ഇനി സാധാരണ ഇപ്പോൾ +1 ഈ ഒരു ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ 240 രൂപയാണ് ഫീസ് വരിക. അതായത് 240 എന്ന് പറയുന്നത് 200 രൂപ എക്സാം ഫീസും ഇതിനോടൊപ്പം 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. ഇനി ആദ്യമായിട്ട് +2 പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ 200 രൂപ പ്ലസ്, അതായത് 270 രൂപയാണ് ഫീസ് വരിക. ഈ ഒരു 240 രൂപ സർട്ടിഫിക്കറ്റ് ഫീസിനോടൊപ്പം മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ 30 രൂപ കൂടി ഫീസ് കൂട്ടി ടോട്ടൽ 270 രൂപയാണ് ഫീസ് വരിക. ഇനി നിങ്ങൾ +1 അല്ലെങ്കിൽ +2 തോറ്റു, അതായത് ഇപ്പോൾ +2 ഓൾറെഡി പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞു, എന്നാൽ നിങ്ങൾ +1 സബ്ജക്റ്റിൽ തോറ്റിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ +2 തോറ്റിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ +1 +2 രണ്ടിലും തോറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷത്തെ സെയിം സബ്ജക്റ്റ് എഴുതുന്നതിനായിട്ട് ആകെ 225 രൂപയാണ് ഫീസ് വരിക. അതായത് ഒരു വിദ്യാർത്ഥി ഇപ്പോൾ +1 ഫിസിക്സ് തോറ്റു, അതല്ലെങ്കിൽ +2 ഫിസിക്സ് തോറ്റത്, അതല്ലെങ്കിൽ നിങ്ങൾ +1 ഫിസിക്സും തോറ്റിട്ടുണ്ട്, +2 ഫിസിക്സും തോറ്റിട്ടുണ്ട്, അതായത്
ആദ്യത്തെ കേസിൽ പറയുന്നത് ഒരു വർഷത്തെ ഒരു സബ്ജക്റ്റ് മാത്രമേ തോറ്റിട്ടുള്ളൂ, എന്നാൽ സെക്കൻഡ് ഇയറിലെ സബ്ജക്റ്റ് ജയിച്ചിട്ടുണ്ട്. എന്നാൽ രണ്ടാമത്തെ ആ ഒരു കേസിൽ പറയുന്നത് ഈ ഒരു ഫസ്റ്റ് ഇയറിൽ ആ ഒരു ഫിസിക്സ് ജയിച്ചിട്ടുണ്ട്, എന്നാൽ പ്ലസ് ടുവിലെ ഫിസിക്സ് പരീക്ഷയാണ് തോറ്റിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ കേസിൽ പറയുന്നത് ഈ ഒരു പ്ലസ് വണ്ണിലെ ഫിസിക്സും തോറ്റിട്ടുണ്ട്, അതുപോലെ പ്ലസ് ടുവിലെ ഫിസിക്സും തോറ്റിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു 3 വിഭാഗത്തിൽ ഏതിൽ ഉൾപ്പെടുന്നതാണെങ്കിലും നിങ്ങൾക്ക് ആകെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു പരീക്ഷാ ഫീസിനകത്ത്, അതായത് പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആയാലും അല്ലെങ്കിൽ 2 കൂടിയായാലും പ്ലസ് വൺ പ്ലസ് ടു 2 എക്സാം കൂടിയായാലും ഒരു സബ്ജക്റ്റിന് നിങ്ങൾക്ക് 225 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ഇതിനോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 80 രൂപ സർട്ടിഫിക്കറ്റ് ഫീസ് വരും. അതായത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും സർട്ടിഫിക്കറ്റ് ഫീസാണ് 80 രൂപ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഷയമാണോ നിങ്ങൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലായിട്ട്, അതായത് പ്ലസ് ടു തോറ്റ ശേഷം ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്നത്, ആ ഒരു നിങ്ങൾക്ക് എത്ര വിഷയം വേണമെങ്കിൽ, അതായത് 6 വിഷയം ഉണ്ടെങ്കിൽ 6 വിഷയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ 225 രൂപ ഒരു വിഷയത്തിന് വെച്ചിട്ട് നിങ്ങൾക്ക് അടച്ച് ഈ ഒരു പരീക്ഷ എഴുതാം. അതായത് പ്ലസ് വണ്ണിലായാലും പ്ലസ് ടുവിലായാലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. നിങ്ങളിപ്പോൾ ഒരു 3 വിഷയമാണ് ഇപ്പോൾ തോറ്റിട്ടുള്ളത്, പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ടോട്ടൽ ഓവറോൾ ആയിട്ട് നിങ്ങൾ തോറ്റിട്ടുള്ളതെങ്കിൽ ആ ഒരു 3 വിഷയങ്ങൾക്ക് കൂടി 225 രൂപ ഇൻറ്റു 3 പ്ലസ് 80 രൂപ ഫീസ് ഇനത്തിലാണ് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു പരീക്ഷയിൽ ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം, രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ. കാരണം ഈ ഒരു പരീക്ഷ ജയിക്കാത്ത വിദ്യാർത്ഥികൾ മാത്രമാണ് പിന്നീട് പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ വിദ്യാർത്ഥികൾ രജിസ്ട്രേഷൻ ചെയ്ത് ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പരീക്ഷയിൽ ജയിക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളാണ് സാധാരണഗതിയിൽ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതി ജയിക്കേണ്ടത്. അതുപോലെ ഈ ഒരു മാർച്ചിലെ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് യാതൊരു കാരണവശാലും പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നൽകുന്നതല്ല എന്നുള്ളത് കൂടി വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.